ജി.വി. പ്രകാശിന്റെ പുതിയ സിനിമയാണ് ഇമ്മോർട്ടൽ. ജി.വി. പ്രകാശ്, കൈതു ലോഹറൊക്കെയാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. സാം CS ആണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. പുതിയൊരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്, കണ്ടുനോക്കാം വാ. AK അജിത് കുമാർ, ജി.വി. പ്രകാശ്. ഷോർട്സ് ഒക്കെ കൊള്ളാമല്ലോ. കൈതു ലോഹർ, ജി.വി. പ്രകാശ്, ആനക്കൊമ്പ്, ഹൊറർ പടം. അന്തോന്ന് കാണിച്ചേ, ഇത് ഇംഗ്ലീഷ് പടം പോലെയൊക്കെ ഇരിക്കണം. ബിറ്റ്വീൻ സാൻസിയസിന്റെ മ്യൂസിക് പക്ഷെ ഇവിടെ കേട്ടതുപോലെ ഉണ്ട്. എന്നാൽ നല്ലൊരു മ്യൂസിക്, ഒരു ഹൊറർ, ഒരു ടെൻസ്ഡ് മ്യൂസിക്. ഇത് ഒരു ക്വാളിറ്റി ഉണ്ട്. ജി.വി. പ്രകാശിന്റെ പടം ഇങ്ങനെ അല്ലല്ലോ, ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു ഒരു എഡിറ്റിങ്, ഒരു ഷോർട്സ്, അല്ല അതെന്തോ സാധനം. അത് ഏത് ഇംഗ്ലീഷ് പടത്തിലൊക്കെ വരണ പോലത്തെ ഒരു സാധനം. ഇമ്മോർട്ടൽ സെപ്റ്റംബർ 4 കേട്ടോ റിലീസ്. അതെന്തോ ഇത് ആക്ച്വലി ഈ വീക്കെൻഡ് എന്തോ റിലീസ് ചെയ്യാൻ വേണ്ടി ഇത് ഇരുന്നാണ്. ബട്ട് തളപതി വിജയുടെ, CM വിജയുടെ ജനനായകന് വരുന്നോണ്ട് ഇനി വരുന്ന സിനിമകളൊക്കെ ഒന്ന് മാറ്റി നിർത്തും. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ജി.വി. പ്രകാശ് ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ താഴെ ക്യാപ്ഷൻ ഇട്ടിരുന്നത് തളപതി വന്ന തള്ളിത്താനെ പോയി ആകണം, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പ്രേക്ഷക പിന്തുണയൊക്കെ കിട്ടിയിട്ടുണ്ട് ജി.വി. പ്രകാശിന്. ആൻഡ് കറക്റ്റ് അനിൽ ദാണ്ടാൻഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പുതിയ ടീസർ കിട്ടില്ല. ടീസർ വളരെ കുറച്ചേ ഉള്ളൂവെങ്കിലും ഒരു നോർമൽ ജി.വി. പ്രകാശ് പടം പോലെ തോന്നുന്നില്ല. ഒരു നല്ല ക്ലിയർ ഷോട്ട്സുകള്, റിച്ച് ക്വാളിറ്റി, ആൻഡ് എനിക്ക് തോന്നുന്നത് നല്ല മ്യൂസിക്. സാം CS ആണ്. സാധാരണ ജി.വി. പ്രകാശിന്റെ പടത്തിൽ ജി.വി. പ്രകാശാണ് ചെയ്യാറ്. ബട്ട് ഈ സിനിമയിലെ പുള്ളി മാറി, പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി മാറ്റി വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്. സാം CS ആണ് മ്യൂസിക് ചെയ്യുന്നത്. മ്യൂസിക് നല്ല തരമായിട്ടുണ്ട്. ആൻഡ് കൈതു ലോഹർ ആണ് നായികയായിട്ട് വരുന്നത്. ഇനി മുമ്പ് ഒരു ടീസർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ട്രോളി ഉണ്ടായിരുന്നു, ഇവൻ നല്ല സുന്ദരിമാരായ നായികന്മാരെ വിളിച്ചു വരുത്തി അഭിനയിപ്പിക്കുകയാണെന്നൊക്കെ. ഒരു ട്രോൾ വൈസിലെടുത്താൽ മതി, ഫ്രണ്ട്ലി ട്രോൾ ആണ് അത്. ആൻഡ് അങ്ങനെ വരുമ്പോ ഈ ഒരു പടത്തിൽ ഞാൻ കണ്ടത് വെച്ച് ഇത് എന്തോന്ന് മൃഗം, അതാണ് ഇമ്മോർട്ടൽ എന്ന് വരുന്നത് പടത്തിൽ. ഇനിയും ജി.വി. പ്രകാശ് മരിക്കാതെ എന്തെങ്കിലും വരം കിട്ടി അങ്ങനത്തെ ഉള്ള സംഭവമാണെന്ന് പറഞ്ഞുകൂടാ. എന്നിരുന്നാലും ഒരു ടീസർ പൊളിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഒരു നോർമലായിട്ട് ഇതിന്റെ മുമ്പിറങ്ങിയ പാട്ടുകൾ നല്ലൊരു പാട്ടുകളായിരുന്നു. മുമ്പിറങ്ങിയ ട്രെയിലറും നല്ലൊരു ട്രെയിലറായിരുന്നു. കാരണം ഇതിന് മുമ്പൊന്നും ജി.വി. പ്രകാശ് ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല, ഇത്രയും ക്വാളിറ്റിയിൽ, ഇത്രയും ടോപ്പ് നോച്ച് ആയിട്ട്. ഇതൊരു എക്സ്പെരിമെന്റൽ വെറൈറ്റി പടം വരുന്നത്. കാരണം എന്തോന്ന് മൃഗവും എന്തോ ഒരു വായി തുറന്നൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പടത്തിൽ. ആൻഡ് ഇവരെ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗോസ്റ്റ് ടൈപ്പായിട്ട് കൈതൂനെ കാണിക്കുന്നുണ്ട്. ഇനി ഇവർ പ്രാതങ്ങളാണ്, ഇനി പ്രാതം തമ്മിലുള്ള ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടതൊക്കെ കണ്ടു തന്നെ. കാരണം ബിറ്റ്വീൻ നല്ലൊരു ട്രെയിലർ തന്നെയാണ്. നല്ലൊരു കൊച്ചു ടീസറാണ് വന്നിരിക്കുന്നത്. ഇത് സെപ്റ്റംബർ 4 റിലീസ് ചെയ്യുന്നത്. അപ്പൊ പലരും ചോദിച്ചു ഇത്രയും തള്ളി പോകുന്നത് എന്തിനാണെന്ന്. പിന്നെ ജൂലൈ 23 ജനനായകൻ ഇറങ്ങണം. എന്തായാലും ഒരു മാസം അടുപ്പിച്ചെങ്കിൽ അവിടെയൊക്കെ പടമൊക്കെ ഉണ്ട്. അതിനുശേഷം പടം ഇറക്കുന്നതായിരിക്കും സുപരിചിതമായിട്ട് ഇറക്കുന്നതായിരിക്കും നല്ലത്. കാരണം തിയേറ്റർ കിട്ടണ്ടേ. അപ്പൊ ഒരു സിറ്റുവേഷനിൽ ഇറക്കണമായിരിക്കും ബെറ്റർ. എന്നാലും ജി.വി. പ്രകാശിന് ഒരു നല്ല അറ്റംപ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് കൊള്ളാം കേട്ടാ. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാ?